ലൈഫിലെ ഏറ്റവും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്ന് തോന്നിയത് പലപ്പോഴും ഒരു സോൾ കമ്മ്യൂണിക്കേഷനാണോ അതോ നമ്മുടെ എനർജിയോട് തന്നെയുള്ളൊരു ഫൈറ്റിംഗ് ആയിരുന്നു ഏറ്റവും ഒരു കോംപ്ലിക്കേഷനായിട്ട് ഫീൽ ചെയ്തത്? ഇപ്പോൾ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫും ഒരുപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈലി ചലഞ്ചിങ്. രണ്ടും നമ്മൾ ഒരുപോലെ കൊണ്ടുപോകണം. അതിന് സമയത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആര് വേണമെങ്കിലും നമ്മുടെ ക്ലയൻറ്റ്സ് ആകാം, സോൾസ് ആകാം. ഹ്യൂമൻസും സോള് തന്നെയല്ലേ? അതെ. നമ്മൾ ശരീരം മാത്രം പല രൂപത്തിൽ എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ ജന്മങ്ങളിലോ ഈ ജന്മത്തിലോ നമുക്ക് ചുറ്റും നിൽക്കുന്ന സോളുകളുമായിട്ട് അത്തരത്തിലുള്ള വളരെ പേഴ്സണലായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും? ഒരുപാടുണ്ട്. ഞാനൊക്കെ എൻ്റെ പപ്പയോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്. നമസ്കാരം. അപ്പം നമ്മൾ ആദ്യത്തെ യാത്ര തുടങ്ങാം. ഫസ്റ്റ് ഇൻ്റർവ്യൂ ഡയറക്റ്റ് ഒരു ക്വസ്റ്റിനോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫിലെ ഏറ്റവും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്ന് തോന്നിയത് പലപ്പോഴും ഒരു സോൾ കമ്മ്യൂണിക്കേഷനാണോ അതോ നമ്മുടെ എനർജിയോട് തന്നെയുള്ളൊരു ഫൈറ്റിംഗ് ആയിരുന്നു ഏറ്റവും ഒരു കോംപ്ലിക്കേഷനായിട്ട് ഫീൽ ചെയ്തത്? സ്നേഹപൂർവ്വ ആത്മാക്കൾക്കൊപ്പം തെരേസ എന്നുള്ള എൻ്റെ ഓട്ടോബയോഗ്രഫി ഉണ്ട്. കുട്ടി അതൊന്ന് വായിക്കണം. അതിനകത്ത് ചെറിയ പ്രായം മുതലുള്ള ഒരു ഇൻവോൾവിങ് സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. ബൈ പ്രൊഫഷൻ അക്കാദമിഷ്യനാണ്. അതോടൊപ്പം നമ്മൾ ഈ ഒരു സ്പിരിച്വൽ ലൈഫ് ഈ ജന്മത്തിൻ്റെ ഭാഗമാണ്. അത് കണ്ടിന്യൂ ചെയ്യുന്നു. പ്രീവിയസ് ബർത്തിൽ നിന്നുള്ള കേസാണ്. അന്ന് അത് കംപ്ലീറ്റ് ആക്കിയില്ല. അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ഈ ജന്മത്തിൽ ചെയ്യുന്നു. അപ്പോൾ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫും ഒരുപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈലി ചലഞ്ചിങ്. രണ്ടും നമ്മൾ ഒരുപോലെ കൊണ്ടുപോകണം. അതിന് സമയത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉറക്കം ഒക്കെ, ഞാനൊക്കെ ഒരു 4 മണിക്കൂർ ഉറങ്ങിയാൽ അത്രയും നല്ലത്. അത്രേ ഉള്ളൂ. മാക്സിമം ഒരു 5 മണിക്കൂർ. ബാക്കിയുള്ള സമയങ്ങളിൽ കൂടുതൽ സമയം ക്ലയൻസിന് വേണ്ടി സംസാരിക്കുവാനും അറ്റ് ദ സെയിം ടൈം വർക്ക്, പിന്നെ ബുക്സിന് വേണ്ടി പ്രവർത്തിക്കുവാനുമാണ് എപ്പോഴും ശ്രമിക്കുക. അപ്പോൾ ആത്മീയ മേഖല എന്ന് പറയുന്നതിന് നമുക്കൊരു പർട്ടിക്കുലർ ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ആര് വേണമെങ്കിലും നമ്മുടെ ക്ലയൻറ്റ്സ് ആകാം, സോൾസ് ആകാം. ഹ്യൂമൻസും സോള് തന്നെയല്ലേ? അതെ. നമ്മൾ ശരീരം മാത്രം പല രൂപത്തിൽ എന്നേ ഉള്ളൂ. അപ്പം നമ്മളവരെ കേൾക്കുക. അത് ഇപ്പം ആര് തന്നെ ആയാലും ഒരു ചലഞ്ചിങ് ടാസ്ക്കാണ്. ഇപ്പോഴും നമുക്കൊരു പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു മേഖലയിൽ നിൽക്കുമ്പോൾ മറ്റൊരു സോളിൻ്റെ ഇപ്പം നമ്മളിലോട്ട് എത്തിപ്പെടുന്ന നമ്മുടെ പ്രസൻസോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പോ വേണ്ട സോളുകൾക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കുന്നതിൻ്റെ ഒപ്പം ഒരു പക്ഷേ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ ജന്മങ്ങളിലോ ഈ ജന്മത്തിലോ നമുക്ക് ചുറ്റും നിൽക്കുന്ന സോളുകളുമായിട്ട് അത്തരത്തിലുള്ള വളരെ പേഴ്സണലായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും? ഒരുപാടുണ്ട്. ഞാനൊക്കെ എൻ്റെ പപ്പയോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്. പപ്പ 2017 ഡിപ്പാർട്ടഡാണ്. പപ്പയോടൊക്കെ ഞാൻ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന. ഇപ്പോൾ ഇന്ത്യക്കുള്ള ഈ വരവും ക്ലയൻറ്റ്സ് മീറ്റ് വെക്കണം എന്ന് പപ്പ പറഞ്ഞിട്ടുണ്ട്. അതും ഒക്കെ പപ്പയുടെ ഇൻസ്ട്രക്ഷനിൽ. ഇനി എന്ത് ചെയ്യണം എന്നുള്ളതും അടുത്ത ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യണോ എന്നുള്ളതൊക്കെ ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കിട്ടിയ കേസാണ്. എന്തിനേറെ പറയുന്നു, 2023 നവംബർ 1 എനിക്കൊരു വലിയ മെസ്സേജ് ഉണ്ടായിരുന്നു. അന്ന് ഞാനും എൻ്റെ എക്സ് ഹസ്ബൻഡ് എന്ന് ഇനി പറയാൻ പറ്റുള്ളൂ, വിഷ്ണു സാറും, പിന്നെ ഞങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നുള്ള ഒരു സെഷനിൽ പപ്പ വന്നിട്ട് പറഞ്ഞായിരുന്നു, 1 വർഷത്തിനുള്ളിൽ, എക്സാക്ട്ലി 1 വർഷം ഒക്കെ ആകുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പേഴ്സണൽ സ്ട്രഗിളിലൂടെ പോയേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം നവംബർ മാസം ഞാൻ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് 2023 എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു. അത് ഈ ഡിവോഴ്സിനെ പറ്റിയാണ്. പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഡിവോഴ്സിനെ പറ്റി. അത് തടയാനായിട്ട് മാനുഷികപരമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ, പ്രാർത്ഥന വൈസ് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു എൻ്റെ സൈഡിൽ നിന്ന്. ഇമോഷൻ സൈഡ് അല്ലേ? എല്ലാം ചെയ്തു. എന്നാൽ ഈശ്വര നിശ്ചയത്തിനെ തടുക്കുവാൻ ഞാൻ ആരുമില്ല. അങ്ങനെ ഒരു കാര്യം സംഭവിക്കാനുള്ള ഒരു കാരണം എന്താണ്? കാരണം എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമായിട്ടുള്ള റീസൺസ് ആണ്. എന്നിരുന്നാൽ തന്നെയും സ്പിരിച്വലി ഒരു ഹയർ സ്റ്റേജിൽ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആകും തോറും അതിൻ്റേതായിട്ടുള്ള ചലഞ്ചസും എപ്പോഴും ഉണ്ട്.
പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഫാമിലി ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. ഒരു പക്ഷേ ഞാൻ വന്നിരുന്നപ്പോഴേ ഫസ്റ്റ് ചോദ്യം അതായിരുന്നു. അത് ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. പലപ്പോഴും നമുക്കൊരു റിലേഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനോ റിലേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ കർമ്മ മേഖല എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താനോ പറ്റാത്ത സിറ്റുവേഷനുകളായിരിക്കും ഒരുപക്ഷെ ഭൂരിപക്ഷം ആളുകളും, മേഡം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും ഭൂരിപക്ഷം ആളുകളും ഞാൻ ഉൾപ്പെടെയാണെങ്കിലും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അത്തരം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നമുക്കൊരു പക്ഷേ മറ്റ് പല സൈഡിൽ നിന്നും പെർമിഷൻ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന പല വേണ്ടപ്പെട്ട ആളുകളായിരിക്കാം, ഫാമിലി ആയിരിക്കാം, ആരായിരിക്കാം, ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ചില കാര്യങ്ങൾ ഒരു പക്ഷേ മറ്റൊരു നമ്മളെ തടയാനും വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സോളുകളോ അവരുടെ പ്രസൻസൊക്കെ വരും. ഞാൻ ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴും പലപ്പോഴും ബന്ധം അങ്ങ് വളരെ സ്മൂത്താവില്ല. നമുക്കിടെ ഉള്ളിൽ അറിയാം പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം മേഖലയിൽ നിൽക്കുന്ന ആളുകൾ പലപ്പോഴും അവരുടെ റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റഡാണ്. പലപ്പോഴും അവർ സിംഗിളാണ്, അവരുടെ യാത്രകളിൽ അവർ സിംഗിളാണ്, അവരുടെ പലപ്പോഴും എന്തിനാണ് ഇത്രത്തോളം ഇമോഷൻ എടുക്കണേന്ന് പലപ്പോഴും ചിന്തിച്ചു പോകും. അപ്പോൾ നമുക്ക് ആ അവസാനം കിട്ടുന്നൊരു ഉത്തരം ഒരു പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ തന്നെ വേണം എന്നുള്ളൊരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആയിരിക്കും നമുക്കൊരു പക്ഷേ നമുക്ക് വരുന്നത്. അതെ, അപ്പോൾ അത് അങ്ങനെ തന്നെയാണോ, എന്താണ് തോന്നുന്നത് അതിൻ്റെ അകത്ത്? കാര്യം എൻ്റെയൊക്കെ കേസ് എന്ന് പറയുന്നത് ചെറിയ പ്രായം തൊട്ടേ അപ്പാരിഷൻസ് കാണാൻ ഈശ്വരാനുഗ്രഹം ഉണ്ട്. അന്ന് അതെനിക്കൊരു പേടിയായിരുന്നു. ഇന്ന് ഞാൻ അതിനെ ഒരു ഈശ്വരാനുഗ്രഹം എന്നേ പറയുള്ളൂ. ഒരു 18 വയസ്സൊക്കെ ആയ സമയം മുതലേ ആത്മീയത്തിലേക്ക് പോകേണ്ട ആളാണ്. അന്ന് 18ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രായത്തിൽ വന്നിട്ട് ഇപ്പോൾ താങ്കളോട് ഒരാൾ പറയുകയാണ് നിങ്ങൾക്ക് ആത്മീയ ജീവിതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യുന്നത്? എൻ്റെ പൊന്നേ ചേട്ടാ, ഞാൻ വല്ല ഡിഗ്രിയൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടന്നോട്ടെ, എനിക്ക് ആത്മീയതൊന്നും വേണ്ട എന്നുള്ള ആ ഒരു ലൈനിൽ നമ്മളൊക്കെ സാധാരണ ചിന്തിക്കുള്ളൂ. എന്നാൽ ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ച് അങ്ങനെ പോയി. അപ്പോൾ ആ പോക്ക് ശരിയല്ലായിരുന്നു എന്നുള്ളത് പണ്ടേ അറിയാമായിരുന്നു. പണ്ടേ എനിക്ക് എൻ്റെ ജാതകം എഴുതിയ മനുഷ്യൻ പറഞ്ഞു ആത്മീയ ജീവിതമാണ് ടിറ്റി എന്ന് പറഞ്ഞ. പക്ഷെ അന്ന് ഞാൻ കേട്ടില്ല. അതിന് ശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞു പല അനുഭവങ്ങൾ, മിക്കതും ദുരനുഭവങ്ങളൊക്കെ തന്നെയാണ്. ആ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി യഥാർത്ഥത്തിൽ നമ്മൾ ഇരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ തന്നെ ഇരുന്നേ പറ്റുള്ളൂ. അതെ, വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആവാം, പ്രസംഗിച്ച് നടക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഹീലിങ് അത് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. അത് എല്ലാവർക്കും ചെയ്യാനും പറ്റത്തില്ല. നമുക്ക് ആരെയും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അപ്പം നമ്മൾ ദൈവം തമ്പുരാൻ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കേസാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഡിവോഴ്സിൻ്റെ കേസിനെ പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ വിഷ്ണു സാറിൻ്റെ കേസ് വളരെ ഓപ്പണായിട്ട്, കാര്യം വിഷ്ണു സാറിന് എന്നെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കേസ്, പ്രത്യേകിച്ച് ഓട്ടോബയോഗ്രഫിയിലൊക്കെ ഉണ്ട്. എൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലാസ്റ്റ് പോർഷനുണ്ട്. അത് പല ആളുകൾക്കും അത് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു നൗ ഇറ്റ്സ് എ ടൈം ഫോർ കൈൻഡ് ഓഫ് റിവിലേഷൻ. 343 പേജിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ശരിയാണ്, ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം അർത്ഥതലങ്ങളുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് നിന്നിലൂടെയാണ്. അതൊക്കെ വിഷ്ണു സാർ പറഞ്ഞ കാര്യങ്ങളാണ്. മനുഷ്യരാശിയെ ശുദ്ധീകരിക്കാനും അവർക്ക് ഏറ്റവും കൂടുതൽ നന്മ പറഞ്ഞു നൽകുവാനും ഈശ്വരൻ തൻ്റെ പ്രിയപ്പെട്ട മകനെ ഭൂമിയിലേക്ക് അയച്ചതൊരു വലിയ കാര്യമാണ്. ഹ്യൂമൻ സോൾ എന്നുള്ളൊരു, എനിക്കൊന്ന് ബുക്ക് വായിച്ചാൽ കുറേ കൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നിനക്ക് ഒരുപാട് ജോലികളുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഒരിക്കലും അതിൽ നിന്നും നിന്നെ ഞാൻ പിന്തിരിപ്പിക്കുകയില്ല. നീ പോയതിനു ശേഷവും ഞാൻ നിൻ്റെ പെയിൻറ്റിങ് സംരക്ഷിക്കുകയും നിൻ്റെ സന്ദേശങ്ങൾ ലോകവുമായി പങ്കുവയ്ക്കുകയും ചെയ്യും. ഈശ്വരൻ്റെ കടമകളിൽ നീ മുഴുകിയിരിക്കുമെങ്കിലും ദയവ് ചെയ്ത് ശാശ്വതമായി എന്നെ കൈവിടലേ എന്നുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ പറയുന്ന പ്രത്യേകമായ പ്രായമെത്തുമ്പോൾ എന്നെ വിട്ടുപോകരുതേ എന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പം അത് ഒരു ആഫ്റ്റർ 40 കേസാണിത്. അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പക്ഷേ നീ എന്നെ ഒരിക്കലും തനിച്ചാക്കി പോകരുതേ. അപ്പോൾ ഞാൻ നിസ്സഹായതയോടെ വിഷ്ണുവിനെ നോക്കി പറഞ്ഞു, അതെ, ഞാൻ പോയാലും തീർച്ചയായും എനിക്ക് നിങ്ങളെ കേൾക്കുവാനും സംരക്ഷിക്കുവാനും സാധിക്കും.
യഥാർത്ഥത്തിൽ ആ ഒരു കോട്ട എന്ന് പറയുന്നത് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ലൈഫിൽ നിന്നുള്ളൊരു സെപ്പറേഷൻ നമ്മളാകുന്നത് വരെയുള്ള ഒരു കേസ്. വയസ്സാകുന്നത് വരെ എൻ്റെ കൂടെ ഭൂമിയിൽ ഉണ്ടാകുമോ എന്ന വിഷ്ണുവിൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകുവാൻ എനിക്ക് സാധിച്ചില്ല. കാരണം എനിക്കതിന് മറുപടി പറയാൻ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഒരു ആത്മീയ തലത്തിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് തന്നെ അത് അറിയാം. നമ്മളുടെ കൂടെ ഒരാൾ നിൽക്കുന്നു. അതിപ്പോൾ അപ്പനാകാം, അമ്മയാകാം, സഹോദരങ്ങളാകാം, അതല്ലെങ്കിൽ ഹസ്ബൻഡാകാം, വൈഫാകാം. ഏകദേശം ഇവർക്ക് നമ്മുടെ ലൈഫിൽ എന്ത് റോളുണ്ട് എന്നും എത്ര നാളത്തേക്കാണ് എന്നും സീരിയസ് ആയിട്ട് സ്പിരിച്വൽ ലൈഫിനെ കാണുന്ന ഒരാൾക്ക് മനസ്സിലാകും. മനസ്സിലാക്കാൻ പറ്റും.